ക്രിസ് ഒളിവിലാണോ? ഈ ഒരു ചോദ്യം തന്നെയാണ് ഇപ്പോൾ വലിയ രീതിയിൽ ഉയർന്നുകൊണ്ടേയിരിക്കുന്നത്. ക്രിസ് ഒളിവിൽ ചോദ്യചിഹ്നം. ഇത് പറയുന്നത് ക്രിസും ദിവ്യയും തമ്മിൽ നടത്തിയ ഒരു സംഭാഷണത്തിൻ്റെ പുറത്തു നിന്നുകൊണ്ടാണ് ഈ ഒരു വിവരം വരുന്നത്. പ്രധാനമായും ഇപ്പോൾ ഇവർ കൊടുത്തിരിക്കുന്ന ഏറ്റവും പുതിയ അഭിമുഖത്തിൽ ദിവ്യ നൽകിയിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരാമർശമാണ് ഇത്. വിവാഹത്തിന് ശേഷം ഇവർ ഒരുമിച്ചായിരുന്നെന്നും വിവാഹത്തിന് ശേഷം ഇവർ ഹണിമൂണിനൊക്കെ പോയി വളരെ സന്തോഷത്തോടെയാണ് കഴിയുന്നത്. എന്നാൽ മാധ്യമപ്രവർത്തകർ നൽകുന്ന ചില സ്ക്രിപ്റ്റുകൾ ഞെട്ടിപ്പിക്കുന്നതാണ് എന്ന് ദിവ്യ പറയുന്നു. എനിക്ക് 2 വീടുണ്ടായെന്നും അതിലൊന്ന് ക്രിസ് കണ്ണൂരിൽ എനിക്ക് വേണ്ടി പണിയുന്നതാണെന്നും അതോടൊപ്പം തന്നെ ക്രിസിൻ്റെ അച്ഛൻ എനിക്ക് മറ്റൊരു വീട് പണിയുന്നുണ്ട് എന്നൊക്കെ തരത്തിൽ ഓരോ കഥകൾ ഇങ്ങനെ വന്നുകൊണ്ടേ ഇരിക്കുകയാണ്. ഇതെല്ലാം കേട്ട് എങ്ങനെയാണ് ഈ കഥകളൊക്കെ വരുന്നത്, ഇതൊക്കെ ആരാണ് ഉണ്ടാക്കുന്നതെന്ന് സംബന്ധിച്ചൊരു ചോദ്യമാണ് ദിവ്യ ഇപ്പോൾ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പങ്കുവെക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ക്രിസ് ഒളിവിൽ കഴിയുന്നു എന്നുള്ളൊരു കാര്യവും കൂടി ദിവ്യ പറയുന്നത്. അതിൽ പ്രധാനമായും ക്രിസിൻ്റെ താടിയെക്കുറിച്ചാണ്. ഇനി അഥവാ താടി എടുക്കുന്നൊരു സാഹചര്യമാണ് വരുന്നതെങ്കിൽ, അങ്ങനെ നിലവിൽ ഇതൊരു സാഹചര്യമൊന്നുമില്ല. പക്ഷേ ദിവ്യയ്ക്ക് ക്രിസിൻ്റെ താടി ഇപ്പോൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു സാഹചര്യം വരികയാണെങ്കിൽ, ഒളിവിൽ പോവുകയാണെങ്കിൽ ഈ താടി എടുക്കുന്നതിനെക്കുറിച്ച് ചിന്തിക്കാം എന്നുള്ളതാണ് ദിവ്യയും ക്രിസും കൂടി ഇപ്പോൾ ഏറ്റവും പുതിയ അഭിമുഖത്തിൽ പറയുന്നത്. അപ്പോൾ ക്രിസ് ഏറ്റുപിടിക്കുകയാണ്, ഇനി ഉടനെ ക്രിസ് ഒളിവിൽ എന്ന് ചോദ്യചിഹ്നത്തോടു കൂടി തന്നെ ഒരു വാർത്ത പുറത്തു വരുമോ എന്നത് സംബന്ധിച്ച് കളിയാക്കിക്കൊണ്ട് ക്രിസും ദിവ്യയും കൂടി ഒരു ചോദ്യം ഉയർത്തുകയാണ്. ഈ ചോദ്യം തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും ഉയരുന്നത്. കാരണം ഇത് ക്രിസ് തന്നെ എടുത്തിട്ട ഒരു ചോദ്യമാണ്, അല്ലാതെ മറ്റൊരു മാധ്യമക്കാരോ മറ്റൊരു ഓൺലൈൻ മീഡിയയോ ഈ ചോദ്യം ഉന്നയിച്ചിട്ടില്ല. ക്രിസ് തന്നെയാണ് ഈ അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് കൊണ്ട് തന്നെയാണ് മാധ്യമങ്ങൾ ഇത് ഏറ്റെടുക്കുകയും ചെയ്തത്. ഇങ്ങനൊരു വാർത്ത ഇനി വരുമോ, വരും നാളുകളിൽ വരും ദിവസങ്ങളിൽ ഇങ്ങനൊന്നും സംഭവിക്കുമോ എന്നതായിരുന്നു ക്രിസിൻ്റെ ചോദ്യം. ആ ചോദ്യം വളരെ കളിയാക്കലും വളരെ രസകരമായ രീതിയിൽ തന്നെ ദിവ്യ ചിരിച്ചുകൊണ്ട് മറുപടി പറയുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല, ഓരോ ദിവസവും കാണുന്ന തരത്തിലുള്ള ഈ വാർത്തകൾ എങ്ങനെയാണ് വിശ്വസിക്കാൻ കഴിയുക, ഇതൊക്കെ ആരാണ് ഇതിൻ്റെ സ്ക്രിപ്റ്റ് എഴുതുന്നതെന്നത് സംബന്ധിച്ചും ദിവ്യ ചോദ്യങ്ങൾ ഉയർത്തുന്നുണ്ട്. എന്തൊക്കെ തന്നെയായാലും ഇവരുടെ ജീവിതം ഇപ്പോൾ വളരെ സന്തോഷകരമായി തന്നെ മുന്നോട്ട് പോവുകയാണ്. ഹണിമൂണിന് ശേഷം ഇരുവരും നാട്ടിലെത്തുകയും പിന്നീട് അഭിനയ ജീവിതത്തിലേക്ക് കടക്കാനുള്ള തയ്യാറെടുപ്പിലും ആണ് 2 പേരും. ഇപ്പോൾ നിലവിൽ ഇവർ അഭിനയിക്കുന്നില്ല, ഇവർ വീട്ടിൽ തന്നെയാണ്. പക്ഷേ തുടർന്നുള്ള ദിവസങ്ങളിൽ ഇവർ അഭിനയ ജീവിതത്തിലേക്ക് വീണ്ടും തുടരുമെന്നുള്ള വാർത്തകൾ തന്നെയാണ്